മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സക്കീർ നായിക്കിൻ്റെ വിചിത്രമായിട്ടുള്ള വിവരണത്തോടു കൂടിയ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദു പേരിട്ട് സുവിശേഷ പ്രസംഗം നടത്തുന്നത് പോലെ സുവിശേഷ പ്രസംഗം നടത്തുന്ന നീലകണ്ഠപിള്ള, RSK നായർ, ABT നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞ് തനി ക്രിസ്ത്യാനികൾ ഹിന്ദു പേരിട്ട് സുവിശേഷം നടത്തുന്നത് പോലെ സക്കീർ നായിക്ക് ഹിന്ദു പേരുള്ള കുറേ നാടക അഭിനേതാക്കളെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് അവരുമായിട്ടൊരു വാദപ്രതിവാദം നടത്തി അവരെ മുസ്ലിം ആക്കുന്ന മാതിരി നാടകത്തിൽ അഭിനയിപ്പിച്ച് ധാരാളം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുകയും കേൾക്കുകയും ചെയ്താൽ ഇതെല്ലാം ഹിന്ദുക്കളെ പറ്റിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയും യുക്തിയും ഒന്നും വേണ്ട. അടുത്ത കാലത്ത് കണ്ടത് ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ, അയാൾ ഹിന്ദു അല്ല, മുസ്ലിമാണ്, ഹിന്ദു പേര് ഇട്ട് അയാളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയാണ് സക്കീർ നായിക്കിനോട്. വിഗ്രഹത്തിനെ ആരാധിച്ചാൽ എന്താ കുഴപ്പം? വിഗ്രഹാരാധന ധാരാളം പേര് നടത്തുന്നുണ്ടല്ലോ, ഹിന്ദുക്കൾ ഇത്രയും കാലം വിഗ്രഹാരാധന നടത്തിയവരാണല്ലോ, ഇതിലെന്താണ് പ്രശ്നം എന്നാണ് ഇയാളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അതിന് സക്കീർ നായിക്ക് പറയുന്നത് വളരെ യുക്തിസഹജമാണെന്ന് ആദ്യം തോന്നാം. ദൈവത്തിനെ, അള്ളാഹുവിനെ നേരിട്ട് ആരാധിച്ചാൽ പോരെ, എന്തിനാ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നത്? മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് അഭിശപ്തമാണെന്ന് പഴയ നിയമം ബൈബിളിലും ഖുറാനിലും എല്ലാം പറയുന്നുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചതിനെ ആരാധിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഈശ്വരനെ നേരിട്ട് ആരാധിക്കുക? അങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ആ ഹിന്ദു പേരുള്ള മുസ്ലിമിനെ ഈ സക്കീർ നായിക്കിൻ്റെ വാദപ്രതിവാദങ്ങൾ അംഗീകരിപ്പിക്കുന്നതായിട്ട് കാണിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള സിമ്പിളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത് തന്നെ ഒന്ന് ചിന്തിക്കണം. എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. ഈ ലോകത്തിലെ ഒന്നും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കരുത്, ചോദ്യം ചെയ്തിട്ട് വിശ്വസിക്കാം. നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ചിന്തയും ഈ ലോകത്തിലെ ഒരു സന്യാസിക്കും ഒരു മൗലവിക്കും ഒരു വേഷം കെട്ടി നടക്കുന്ന മതപണ്ഡിതനും അടിയറ വെക്കരുത്. സക്കീർ നായിക്കോ മൗലവിമാരോ പറയുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങൾ ഒരു പക്ഷെ വിശ്വസിച്ചു എന്ന് വരും. കാരണം അവർക്കറിയാം ഇസ്ലാം മതത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വലുതായിട്ടൊന്നുമില്ല. 1300 വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃതരായിട്ട് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മരുഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത സന്ദേശം 21ാം നൂറ്റാണ്ടിൽ വലുതായിട്ട് ചെലവാവില്ല എന്നറിയാം. അതിനെ ചെലവാക്കാൻ വേണ്ടിയാണ് യുക്തിസഹജം എന്ന് തോന്നുന്ന ചില വാദപ്രതിവാദങ്ങൾ മുമ്പോട്ട് വയ്ക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹത്തിനെ എന്തിനാ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. എനിക്ക് വെറുതെ ചോദിക്കാനുള്ളത്, ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ കാബ, അതിനകത്ത് കറുത്ത ഒരു ശിവലിംഗ വിഗ്രഹമുണ്ട്. ഗൂഗിളിൽ കാബ എന്ന് കൊടുത്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാബയ്ക്കകത്തുള്ള ചിത്രം സഹിതം ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യേണ്ട. ഗൂഗിളിൽ കാണാം.
ആ കാബയ്ക്കകത്തുള്ള കറുത്ത വിഗ്രഹം പ്രവാചകൻ അതിനെ തുണി കൊണ്ട് പൊതിഞ്ഞ് ആരാധിച്ചു എന്ന് ഗൂഗിളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഓതന്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നതാ. അപ്പൊ ആ ശില മനുഷ്യൻ ഉണ്ടാക്കിയതാ കാബയ്ക്കകത്തുള്ളത്. അതിനെ പൊതിഞ്ഞിരിക്കുന്ന തുണി മനുഷ്യൻ ഉണ്ടാക്കിയതാ. അതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ മനുഷ്യനായിരുന്നു. ആ കാബ എല്ലാ നൂറ്റാണ്ടിലും പുതുക്കി പണിയാറുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിനെ പുതുക്കി പണിതത് 1996 അതും നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും, ഗൂഗിളിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ശില ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അത് പൊതിയുന്ന തുണി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞത് മനുഷ്യനാണ്, കാബ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ആ മക്കയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ബക്രീദിന് 17 കോടി ആടുകളെ കൊല്ലുന്ന മെഷീൻ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അവിടെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ ആചാരങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ഈ പവിത്രമായ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ അറബി ഭാഷയിലാണ്. അറബി ഭാഷയുടെ സ്ക്രിപ്റ്റ് മനുഷ്യനാണ് ഉണ്ടാക്കിയത്. അറബി ഭാഷയിലുള്ള ഖുർആൻ എഴുതി പ്രിന്റ് ചെയ്ത പുസ്തകത്തിന്റെ പേപ്പർ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ഈ ഖുർആൻ പ്രിന്റ് ചെയ്തത് മനുഷ്യൻ കണ്ടുപിടിച്ച പ്രസ്സിലാണ്. അത് ബൈൻഡ് ചെയ്തത് മനുഷ്യനാണ്. അത് ജനങ്ങൾക്ക് എത്തിക്കുന്നത് മനുഷ്യർ നടത്തുന്ന കടകളിലൂടെയാണ്. ആ ഖുർആനിലുള്ളത് മുഴുവനും മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അവർ പറയുന്നു. അങ്ങനെ 74,000 മാലാഖമാര് കാബയില് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ എന്ന് പറഞ്ഞത് മനുഷ്യനാണ്. ഈ ലോകത്തിലെ പള്ളികളെല്ലാം നിർമ്മിച്ചത് മനുഷ്യനാണ്. ഈ മൗലവിമാര് മനുഷ്യരാണ്. ഇവര് പ്രാർത്ഥിക്കുന്നത് കാബയുടെ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ടാണ്. സംസം എന്ന് പറയുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ, ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന മുസ്ലിങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് സംസം. ഇതെല്ലാം ഗൂഗിളിലുണ്ട്. അപ്പോ എല്ലാ മനുഷ്യരല്ലേ ചെയ്തത്? ഈ ശില മുതൽക്ക്, ശിവലിംഗം മുതൽക്ക് ആ കാബയ്ക്ക് 2 വാതിലുണ്ട്. ആ 2 വാതിലുണ്ടാക്കിയത് മനുഷ്യരാണ്. അതിന് നല്ല പൂട്ടും താക്കോലും ഇന്ന് സൗദി രാജാവിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്ന പൂട്ടും താക്കോലും ഉണ്ടാക്കിയത് മനുഷ്യനാണ്. സൗദി രാജാവ് മനുഷ്യനാണ്. അതിനകത്ത് ഈ ശിലയിൽ ഇപ്പൊ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ എടുത്തത് മനുഷ്യനാണ്. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയത് ഇവർക്ക് ആരാധിക്കാമെങ്കിൽ മനുഷ്യര് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരാംശം എന്ന് ഇവര് പറയുന്ന അല്ലാഹു, നമ്മളും അത് തന്നെയാ പറയാ. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീധ മാകൃത കസ്യ സിദ്ധനം. പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ, ആ പ്രപഞ്ചത്തിൽ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ബ്രഹ്മാണ്ടത്തിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഭാഗമായ സോളാർ സിസ്റ്റത്തില് 9 ഗ്രഹങ്ങളും സൂര്യനുമുള്ള സോളാർ സിസ്റ്റത്തില് ഈശ്വര ചൈതന്യമുണ്ട്. കാരണം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുകയാണല്ലോ. ആ സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമായ ഭൂമിയില് ഈശ്വര ചൈതന്യമുണ്ട്. കാരണം ഭൂമി പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ആ ഭൂമിയിലുള്ള വലിയ പർവ്വതങ്ങളിൽ ഈശ്വര ചൈതന്യമുണ്ട്. ആ പർവ്വതങ്ങളുടെ ഭാഗമായ ഒരു ശില, കല്ലിൽ ഈശ്വര ചൈതന്യമുണ്ട്. കാരണം പർവ്വതം ഭൂമിയുടെ ഭാഗം, ഭൂമി പ്രപഞ്ചത്തിന്റെ ഭാഗം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടുള്ള, പർവ്വതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശില, ആ ശിലയെ മനുഷ്യന് മനസ്സുകൊണ്ട് നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാനുള്ള ഒരു ഇമേജ് ആക്കി മാറ്റിയാൽ അതിനെ ആരാധിച്ചാൽ എന്താ കുഴപ്പം? ഈ കാബ മുതൽക്ക് ഖുർആൻ മുതൽക്ക് സർവ്വത് മനുഷ്യനുണ്ടാക്കിയത് ആരാധിക്കാമെങ്കിൽ ഒരു വിഗ്രഹത്തെ ആരാധിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോവുക, അവിടെ കുരിശ് വിഗ്രഹമല്ലേ, അതിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തു വിഗ്രഹമല്ലേ. ഓരോ പള്ളിയുടെയും പേര് അൽഫോൺസ, സെയിന്റ് അൽഫോൺസ, സെയിന്റ് ജോസഫ്, സെയിന്റ് ഫ്രാൻസിസ്, ഇവരുടെയൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള വിഗ്രഹം വെച്ചിട്ടില്ലേ?
അത് മനുഷ്യനുണ്ടാക്കിയതല്ലേ? അത് വിഗ്രഹമല്ലേ? പ്ലാസ്റ്റിക് പൂവിട്ട് അതിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതും ചില്ലിട്ട ചിത്രങ്ങൾ വെക്കുന്നതും എല്ലാം വിഗ്രഹമല്ലേ? മുസ്ലിം വീടിന് അകത്തേക്ക് കയറിയാൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഖുറാനിലെ വരികൾ ഒരു വലിയ പേപ്പറിൽ എഴുതി ചില്ലിട്ട് വെച്ചിരിക്കുന്നത്. ആ ഖുറാനിലെ വരികൾ പേപ്പറിൽ പ്രിന്റ് ചെയ്തത് മനുഷ്യനല്ലേ? ആ പേപ്പർ ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ? അത് ചില്ലിട്ടത് മനുഷ്യനല്ലേ? ഇതൊക്കെ മനുഷ്യർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയത് ആരാധിച്ചാൽ എന്താ എന്ന് സക്കീർ നായിക്കിനോടും സക്കീർ നായിക്കിന്റെ അനുയായികളോടും നിങ്ങൾ ചോദിക്കണം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം. ഈ സക്കീർ നായിക്കിന്റെ അനുയായികൾ വളരെ ഗംഭീരമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. നല്ല രസ. ക്രിസ്ത്യാനികളെ പോലെയാ, തന്നി തട്ടിപ്പ. എന്താ അറിയോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. എനിക്കൊരു ചെറിയ സംശയം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ ലോകത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിന് തന്നെത്താനെ നിലനിന്നൂടെ? എന്തിനാ ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ്? നമ്മളൊക്കെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവം ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എൻ്റെ സ്വഭാവം നല്ലതാണോ ഇല്ലയോ എന്നറിയാൻ ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെയാ. അവരുടെ അള്ളാഹുവും അവരുടെ പ്രവാചകനും അവരുടെ ഖുറാനും മുസ്ലിങ്ങൾക്കും ഈ ബൈബിളും ഈ യേശു ക്രിസ്തുവും ഈ ക്രിസ്തു മതവും എല്ലാം പ്രചരിപ്പിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ടാ വേദത്തിൽ അതുണ്ട്, ഭവിഷ്യപുരാണത്തിൽ അതുണ്ട്, അതുപോലെ മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്. മിനിങ്ങാന്നൊരു മുസ്ലിം എഴുതിയിട്ടുണ്ട് കോപോപനിഷത്തിൽ അതുണ്ടെന്ന്. കോപോപനിഷത്ത് ഒരു ഉപനിഷത്തേ ഇല്ല. 108 ഉപനിഷത്തുകളിലെ കേനോപനിഷത്ത് ഉണ്ട്, അല്ലാണ്ട് കോപോപനിഷത്തില്ല. അങ്ങനെ പറഞ്ഞു. അതിനേക്കാളും വിചിത്രമായിട്ട് കണ്ടിരിക്കുന്നത് ഈ മുസ്ലിങ്ങള്, ഈ സക്കീർ നായിക്കിന്റെ ശിഷ്യന്മാരും ചില കോശി എബ്രഹാമിന്റെയും ബിഷപ്പ് പവ്വത്തലിന്റെയും ശിഷ്യന്മാരെല്ലാം വായിൽ തോന്നിയത് അങ്ങോട്ട് പറയാ. എന്നിട്ട് ഋഗ്വേദം 15-ാം അധ്യായം 12-ാമത്തെ വരിന്ന് റഫറൻസ് കൊടുക്കാം. ഈ അടുത്ത കാലത്ത് കണ്ടതാ, ഹിന്ദുക്കള് മാംസം കഴിക്കാവുന്നതാണ്. ഋഗ്വേദം 15-ാം അധ്യായം 12-ാം വരി, യജുർവേദം 40-ാം അധ്യായം 30-ാമത്തെ വരി. ഈ ഋഗ്വേദം മുഴുവൻ എഴുതില്ല, RV എന്ന് എഴുതുക. യജുർവേദത്തിന് YV എന്ന് എഴുതുക. സാമവേദത്തിന് SV എന്ന് എഴുതുക. അഥർവവേദത്തിന് AV എന്ന് എഴുതുക. ഭവിഷ്യപുരാണം BP ബ്ലഡ് പ്രഷർ, ഭവിഷ്യപുരാണം എന്ന് എഴുതുക. എന്നിട്ട് തോന്നിയ റെഫറൻസാ കൊടുക്കുക. 18-25. ആരാ ഈ ഭവിഷ്യപുരാണം വായിക്കാൻ പോണത്? ഞാൻ ഇന്നലെ തമാശയായിട്ട് ഒരാളോട് പറഞ്ഞു, യഥാർത്ഥത്തില് ഒരാൾ പറയാണ് വേദമന്ത്രങ്ങൾ എഴുതിയത് അമിതാഭ് ബച്ചനാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ പുസ്തകം 12-ാം അധ്യായം 25-ാമത്തെ വരി എന്ന് എഴുതാം. അതായത് വേദം എഴുതിയത് അമിതാഭ് ബച്ചനാണ്, മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ പുസ്തകം 12-ാം അധ്യായം 18-ാമത്തെ വരി എന്ന് കൊടുക്കുക. ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഏത് പുസ്തകത്തിലാണ് ഇത് പോയി നോക്കുക? അത് എത്രയെല്ലാം പുസ്തകം എഴുതിയിട്ടുണ്ട്, അദ്ദേഹമാണെങ്കിൽ ജീവിച്ചിരിപ്പില്ല. അപ്പോ തനി തട്ടിപ്പിലൂടെ 2 മതങ്ങൾ പ്രചരിപ്പിക്കുക. എന്തൊരത്ഭുത! എന്തിനാ ഇങ്ങനെ തനി തട്ടിപ്പിലൂടെ 2 മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അവനവന്റെ മതത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെ എണ്ണം കൂട്ടാൻ DYFIയുടെ 2 ലക്ഷം മെമ്പർഷിപ്പ് കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോ ഇനി അവരെ എങ്ങനെയെങ്കിലും 2 ലക്ഷം ആൾക്കാരെ അങ്ങോട്ട് ചേർക്കാനുള്ള പരിപാടിയാ. അതുപോലെയാ അമേരിക്കയിലെ ക്രിസ്ത്യാനികളൊക്കെ കൊഴിഞ്ഞു പോണു, യൂറോപ്പിലെ കൊഴിഞ്ഞു പോണു, ഇംഗ്ലണ്ടിലെ കൊഴിഞ്ഞു പോകുന്നു. അതിന് പകരം ഇന്ത്യയിൽ നിന്ന് മെമ്പർഷിപ്പ് ചേർക്കാം. അത് മറ്റൊരു രീതിയിൽ മുസ്ലിങ്ങള് ഈ ഹിന്ദുക്കളുടെ പേരിട്ട് മുസ്ലിങ്ങളെ നാടകം അഭിനയിപ്പിച്ച് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാം. അതാണ് ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്. എനിക്ക് ഒരു സംശയവും കൂടി ഉണ്ട്. ഈ മുഹമ്മദ് നബിയും ഖുറാനും കാബയും ഇതുപോലെയുള്ളത് വേദത്തിലുണ്ടെങ്കിൽ അതങ്ങോട്ട് വേദം പഠിച്ച് ആരാധിച്ചാ പോരെ? എന്തിനീ മുഹമ്മദ് നബിയെയും ഖുറാനും ആരാധിക്കാൻ പോണു? അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ കുറച്ചും കൂടി നല്ലതും കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതും. ലോക പൈതൃകമായിട്ട് ബൈബിളും ഖുറാനും അംഗീകരിച്ചിട്ടില്ല, വേദത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് അംഗീകരിച്ചാ പോരെ? എന്തിനാ ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അത് വളർത്താൻ പോണത്? അത് വളർത്തണമെങ്കിൽ വാള് വേണം, ടെററിസം വേണം, ബോംബ് വേണമെന്ന് ഉറപ്പാ. ഇപ്പുറത്ത്
ക്രിസ്തുമതം പ്രചരിക്കണമെങ്കിൽ കള്ളത്തരവും നോട്ടും സഹായവും സേവനവും എന്ന പേരും വേണം. അങ്ങനെയാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ ഒരു വരിയുണ്ട്. ഒരു 3-4 പേര് എന്നോട് ഇമെയിൽ വഴിക്കും ഫേസ്ബുക്ക് വഴിക്കും അതുപോലെ വേറെ SMS വഴിക്കുമൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് സക്കീർ നായിക്കിനെ നേരിട്ട് വെല്ലുവിളിച്ചുകൂടാ? ഞാൻ ആലോചിക്കാറുണ്ട്, മനോരോഗിയായിട്ട് അഭിനയിക്കുന്നവരെ ആരെങ്കിലും ചികിത്സിക്കാറുണ്ടോ? ഞാൻ എന്തിനാ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ പോകുന്നത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിമിനൽ തരത്തിലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ കേട്ട് മനോരോഗികളായവരെ അല്ലേ ചികിത്സിക്കേണ്ടത്? മനോരോഗികളെ പോലെ ഇതാണ് സത്യം എന്നും പറഞ്ഞ് നടക്കുന്നവരെയല്ലേ ചികിത്സിക്കേണ്ടത്? സാധാരണഗതിയിൽ അങ്ങനെയല്ലേ പതിവ്. അപ്പൊ ലോകത്തിന്റെ മുമ്പില് ഈ ഖുറാനിലുള്ളത് എന്താന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. നമ്മുടെ വേദത്തിലും ഭവിഷ്യപുരാണങ്ങളിലും ബാക്കിയുള്ളതിലും ഖുറാനിലുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നടക്കേണ്ടത് സക്കീർ നായിക്കിനോട് വാദിച്ചിട്ടല്ല. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അതേപോലെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ സക്കീർ നായിക്കിന് പൈസ കിട്ടുന്നതും അയാളുടെ ജോലിയും അയാള് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു കോർപ്പറേറ്റ് ബിസിനസ് പോലെ ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് ഞാൻ എന്ത് എതിര് പറഞ്ഞാലും അയാളെ വാദിച്ച് അയാൾ തോറ്റു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാൾ ജയിച്ചു എന്ന് വിചാരിക്കുക. പിന്നെയും അയാൾ ഇതേ ജോലിയല്ലേ തുടരുക. ഞാൻ എന്തിനാ ഇവരെ വാദിക്കാൻ പോകുന്നത്? എനിക്ക് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കലും ജയിക്കലും എൻ്റെ ജോലിയേ അല്ല. തെറ്റായ വഴിയിലൂടെ പോകുന്ന വ്യക്തികളെ ഈ ഹിന്ദു ധർമ്മത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന വക്രമായ വാദം പറയുന്ന, അത് കേട്ട് ചില സംശയാലുക്കളായ ഹിന്ദുക്കൾ ജീവിക്കുമ്പോൾ അവരോട് ഉത്തരം പറയൽ മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. അതുകൊണ്ട് മനുഷ്യ നിർമ്മിതമായ വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളത് ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, മുസ്ലിങ്ങളുടെയും ഭാഗമാണ്, ക്രിസ്ത്യാനികളുടെയും ഭാഗമാണ്. അത് അംഗീകരിക്കാൻ മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇല്ല എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സത്യവും ധർമ്മവും നീതി ന്യായവും അംഗീകരിച്ചാൽ ഇന്ന് ക്രിസ്തുമതം പൊടിയായി താഴെ വീഴും. അതുപോലെ അഹിംസ മാർഗം സ്വീകരിച്ചാൽ, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്താൽ ഇസ്ലാം മതവും ഇല്ലാതെയാവും. ഹിന്ദു ധർമ്മം ജനിച്ചത് തന്നെ സ്വാതന്ത്ര്യത്തിലാണ്. മരുഭൂമിയിലല്ല ജനിച്ചത്, വനാന്തരങ്ങളിലെ ഋഷിവൈദ്യന്മാരുടെ മനസ്സിലാണ് ഇത് ജനിച്ചത്. സിംഹത്തിൻ്റെയും പുലിയുടെയും കൂട്ടത്തില് പ്രകൃതിയെ സ്നേഹിച്ചു വളർന്ന മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പഠിച്ചതാണ് വേദമന്ത്രങ്ങളായിട്ട്. ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ഋഷിവൈദ്യന്മാർ സമർപ്പിച്ചത്. അത് ഇന്ന് നിലനിൽക്കും. അത് വാളുകൊണ്ട് നിലനിൽക്കല്ല, അത് തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നിലനിൽക്കല്ല എന്നുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.